എൻ്റെ പേര് ശ്രുതി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വർക്കലയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് 2024 മാർച്ചാണ്. കൃപാസനത്തെ പറ്റി അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ഞങ്ങൾ വരുന്നത് പക്ഷേ മാർച്ചിലാണ്. പക്ഷേ 2024 ഫെബ്രുവരിയിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു കോട്ടയം ജില്ലയിൽ. പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുന്ന ഒന്നും മനസ്സിൽ വരത്തില്ല, എല്ലാം മറന്നു പോകുമായിരുന്നു. ആ എക്സാമിന് അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മേ, ഞാൻ ഇവിടെ ഉടമ്പടി പോലും എടുത്തിട്ടില്ല, ഇവിടെ എനിക്ക് ഈ എക്സാം പാസ്സാവുകയാണെങ്കിലും ഇൻ്റർവ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ബബിൾ ചെയ്തു, എന്തൊക്കെയോ ചെയ്തിട്ട് ഇറങ്ങി വന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിസൾട്ട് വന്നു, എക്സാമിന് പാസ്സായെന്ന്. സെയിം ഇതേ കണക്ക് ഇൻ്റർവ്യൂവിനും പോയി, എന്തൊക്കെയോ ചോദിച്ചു, അവിടെ ഇത് തന്നെ പറഞ്ഞു വന്നു. ആ ഇൻ്റർവ്യൂവും പാസ്സായി. പിന്നീട് ഇങ്ങോട്ട് വരാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം തലേന്ന് തീരുമാനിക്കുന്നു, നാളെ നമുക്ക് കൃപാസനത്തിൽ പോകാൻ തീരുമാനിച്ച് ഞാനും അവളും കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2026 ഫെബ്രുവരി 7 എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലാണ് എൻ്റെ മോൻ നിൽക്കുന്നത്. അപ്പോൾ മോനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാ ശനിയാഴ്ച എൻ്റെ മോനെ വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു. അന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്നു, വേണ്ട, അവ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നു. ഞാൻ ആ പോകുന്ന വഴിക്കാണ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുക. പക്ഷേ വേറെ പ്രത്യേകിച്ച് പരിക്കൊന്നുമില്ല, ചെറിയൊരിത് മാത്രം വന്ന് അമ്മ എന്നെ രക്ഷിച്ചു. അതുവഴി എൻ്റെ മകനെ അതിൽ നിന്ന് മാറ്റിത്തന്ന് എൻ്റെ മകനെ അതിൽ നിന്ന് രക്ഷിച്ചു. അതുമല്ലാതെ എനിക്ക് എല്ലാ മാസവും 10-ാം തീയതി ആകുമ്പോൾ ഒന്നുകിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അലർജി, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് സെപ്റ്റോപ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പം 3-4 വർഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു വർഷത്തോളം അടുപ്പിച്ച് എനിക്ക് ഇങ്ങനെ എല്ലാ മാസവും 10-ാം തീയതി എന്നുള്ള ഡേറ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം, ഒന്നുകിൽ ടോൺസിലൈറ്റിസ് അല്ലെങ്കിൽ അലർജി, വേറെ എന്തെങ്കിലും അസുഖമാണ് എനിക്കിങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അവസാനം ഞാൻ സിട്രസിൻ്റെ അടിമയായിട്ട് തന്നെ മാറിയായിരുന്നു. അവസാനം ഞാൻ ഇതെല്ലാം നിർത്തിയിട്ട് ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്ന തൈലവും ഉപ്പും തേനും എല്ലാം കഴിക്കാൻ തുടങ്ങി. അത് കഴിച്ച് കുറച്ച് നാൾ അച്ഛന് ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് എനിക്ക് ഈ സിട്രസിനോ ഒന്നും തന്നെ കഴിക്കേണ്ടി വന്നിട്ടില്ല. എനിക്കാണെങ്കിൽ തണുത്ത സാധനം ഒന്നും തന്നെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പമില്ല, എനിക്ക് എന്ത് വേണമെങ്കിലും തണുത്തത് കഴിക്കാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ പ്രമാണത്തിന് പൈസ അടയ്ക്കാതിരുന്നപ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂ വന്നു. പലിശ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളിൽ നിന്ന് സ്വർണ്ണം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 3 മാസത്തിനുള്ളിൽ എടുത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നെക്കൊണ്ട് നടന്നില്ല. തരാമെന്ന് പറഞ്ഞ ആൾക്ക് കുറച്ച് ഇഷ്യൂ കാരണം തരാൻ പറ്റിയില്ല. ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് എനിക്ക് പിന്നും സാവകാശം തന്നു, പക്ഷേ ആ സമയത്തും എനിക്ക് പറ്റിയില്ല. അവസാനം എൻ്റെ അടുത്ത് അവർക്ക് തന്നെ വീട്ടിൽ പ്രശ്നങ്ങളായി, അവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളായി. അങ്ങനെ കുറച്ച് കാര്യങ്ങളായപ്പോഴത്തേക്ക് ലാസ്റ്റ് എനിക്ക് ഡേറ്റ് തന്നു, ഇന്നലെ എനിക്ക് എടുത്ത് കൊടുക്കണമെന്നുള്ളത്. എൻ്റെ മുന്നിൽ ഒരു വഴിയില്ല, എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, ഒന്നും തന്നെ ഇല്ല. ഞാൻ ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ട്രെയിനിൽ ഇരുന്ന് സർവ്വശക്തനായ പിതാവ് വിശ്വാസപ്രമാണം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ള വേറെ ചേച്ചി തന്നെ അവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നീ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് ശരിയാക്കി തരണം, ഞാൻ ഞായറാഴ്ച ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചു, എടി നടക്കേണ്ടത് ശനിയാഴ്ചയാണ്, പക്ഷേ നീ ഞായറാഴ്ച വന്നിട്ട് എന്ത് കാര്യമെന്ന്. അതുവരെ എനിക്ക് ഒന്നുമില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ വെള്ളിയാഴ്ച ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാണല്ലോ, ഇന്ന് ചെന്ന് കണ്ടിട്ടല്ലേ കാര്യമുള്ളൂ, ഞായറാഴ്ച എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഈ അൾത്താരെ വന്നിരുന്ന് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ നിവൃത്തിയില്ല, എനിക്ക് ഇതുവരെ ആരും എനിക്കൊന്നും തന്ന് സഹായിച്ചിട്ടില്ല. എന്നെക്കൊണ്ട് കിട്ടത്തില്ല, അതെടുത്ത് കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തുമില്ല. അതായത് നാളെ ജൂൺ 6-ാം തീയതി 3 മണിക്ക് മുമ്പ് എനിക്കത് എടുത്ത് കൊടുക്കണം. അത് എടുത്ത് കൊടുത്തേ പറ്റുള്ളൂ, എടുത്ത് തന്നേ പറ്റുള്ളൂ, നീ തന്നെ എനിക്ക് എടുത്ത് തരണമെന്ന് ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇവിടുന്ന് നിലവിളിച്ച് കരഞ്ഞിട്ടാണ് പോയത്. ഞാൻ ബുധനാഴ്ച തൊട്ട് ഞാൻ ഉപവാസം, രാത്രി മാത്രമേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ, ബാക്കി വെള്ളത്തിൽ മാത്രമാണ് ഞാൻ നിന്നോണ്ടിരുന്നത്. ഇവിടെ വന്ന് ഞായറാഴ്ച ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എന്തെങ്കിലും കഴിക്കുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ ചെന്നു, എന്നും ജപമാല ചൊല്ലി. അതിനുശേഷം ഞാൻ അന്ന് തറയിലാണ് കിടന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ നാളെ നീ ജീവനോടെ എണീപ്പിക്കാനുള്ളൂ, ഇല്ലയെന്നുണ്ടെങ്കിൽ നീ എന്നെ വിളിച്ചുണർത്തരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ രാവിലെ ഞാൻ എണീറ്റു. അപ്പം ഞാൻ പറഞ്ഞു കിട്ടും എന്നുള്ളതിൽ 10 മണിയായി, 11 മണിയായി, ഒരു രക്ഷയുമില്ല. അവസാനം ഞാൻ വേറൊരു കൊച്ചിനെ ഞാൻ വിളിച്ച് ചോദിച്ചു, എന്നെ ഒന്ന് സഹായിക്കാമോ, എങ്ങനെയാണ് കാരണമെന്നും. പക്ഷെ ഒരു മടി പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഇല്ലയെന്നോ ഒന്നും പറഞ്ഞില്ല. ചേച്ചി ഞാൻ തരാമെന്ന് പറഞ്ഞ് ആ കൊച്ചൻ എനിക്ക് തന്നു. അതുപോലെ ഞാൻ പലരിടത്തുനിന്ന് ഞാൻ ചോദിച്ചു,
എനിക്ക് തന്നു. 3 മണിയെന്ന സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അമ്മ അത് തന്നു. ഞാനതവിടെ എടുത്ത് കൊടുത്തു. ഈ മാസം 26-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, എല്ലാവരും ഇവിടെ പറയുന്നുണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും തരണമെന്ന്. ഞാനും ചോദിച്ചു ബർത്ത്ഡേ ആയിട്ട് എനിക്ക് ഇവിടെ വന്ന് ഈ അൽത്താരയുടെ മുമ്പ് വന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തരണമെന്ന്. അതുപോലെ തന്നു. എൻ്റെ മെഴുകുതിരി കത്തിച്ചപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ അകത്ത് 7 എന്നുള്ള സംഖ്യ വന്നിരുന്നു. പക്ഷേ എന്തെന്നുള്ള മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഇന്ന് 7-ാം തീയതിയാണ്. ഈ 7-ാം തീയതി ആയിരിക്കും എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൂടി തന്നത്. അതുപോലെ തന്നെ ഞാൻ ബൈബിള് വായിക്കും. പിന്നെ അതുപോലെ തന്നെ പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ പോവും. ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അമ്മമാർക്ക് നഖം വെട്ടി കൊടുക്കുമായിരുന്നു. പിന്നെ അവിടെയുള്ള ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, വരാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ തേനും തൈലമൊക്കെ ഉപ്പും ഒക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച ഞാൻ ഇവിടെ തന്നെ വന്ന് വെള്ളിയാഴ്ച വന്നു, എല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ കൊടുത്തു. പത്രങ്ങൾ ഞാൻ റോഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലിലൊക്കെയാണ് ഞാൻ കൊണ്ടുപോയി കൊടുക്കാതിരുന്നത്. അമ്മയുടെ പ്രത്യക്ഷൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഒരുപാട് നന്ദി. കാരണം എനിക്കറിയത്തില്ല നടക്കുമോ എന്ന്, ഞാൻ ജീവനോടെ നിൽക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. മരിക്കാൻ എനിക്ക് പേടിയാണ്, എനിക്ക് ആത്മഹത്യക്ക് ഒന്നിനും പറ്റത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്നെ ജീവനോടെ നിലനിർത്താവുള്ളൂ എന്ന്. പക്ഷേ എനിക്ക് തന്നു. അതും ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എനിക്കത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെ എനിക്ക് തന്നു, എന്നെ സഹായിച്ചു. അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി. അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. കൂടിയതിന് ശേഷം ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അത് കണക്ക് തന്നെ എന്നും 5:30 ഡെയിലി ബെഡ് കൂടിയിട്ട് സ്റ്റാറ്റസ് ഇടാറുണ്ട്. എല്ലാ ദിവസവും മുട്ടയിപ്പായി നിന്ന് തന്നെയാണ് ജപമാല ചൊല്ലുന്നത്. അത് മുടക്കം വരുത്തിയിട്ടില്ല. ആദ്യമൊക്കെ ഉഴപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഒന്നും തന്നെ മുടക്കിയിട്ടില്ല. ഇപ്പം എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ഓരോന്ന് ചെയ്ത് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ ദൈവത്തിന് നന്ദി. ഇനിയും ഈ ഉടമ്പടി തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ തിരിക്കുന്നത്. എൻ്റെ മരണം വരെയും ഞാൻ ഇതിൽ തന്നെ ആയിരിക്കും. ഇനിയും ഒരുപാട് തവണ എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി അമ്മയും തിരുക്കുമാരനും സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 വചനമാണ്. ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു വലിയ ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ആത്മീയമായ ഒരു ബന്ധമാണ്. ദൈവം ചെയ്തതെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും സ്തുതിക്കുവാനും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഈ മകൾക്ക് ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ് ആദ്യം നമ്മളോട് ഷെയർ ചെയ്തത്. അതായത് ടോൺസിലൈറ്റിസും അലർജിയും ഉണ്ടായിരുന്നു. 1 വർഷത്തോളം സിട്രോസിൻ ടാബ്ലറ്റ് കഴിക്കുകയും പല ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും യാതൊരു ഫലമില്ലാതെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ടോൺസിലൈറ്റിസും അലർജിയിൽ നിന്നും പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിച്ചു എന്നാണ് ശ്രുതി സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഒരു കടബാധ്യതയായിരുന്നു. വീടിൻ്റെ ലോൺ അടയ്ക്കാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ലായിരുന്നു. അങ്ങനെ ഈ മകള് പ്രാർത്ഥിച്ചു. ജൂൺ 6-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കടം വീട്ടേണ്ട ദിവസം. ജൂൺ 5-ാം തീയതി ഇവിടെ വരണ്ട, ഞായറാഴ്ച പോകാമെന്ന് കരുതി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലിൽ കൂടെയാണ് ഒരു സ്ത്രീ ഈ മോളോട് സംസാരിക്കുകയും ശനിയാഴ്ചയാണെങ്കിൽ കാശ് കൊടുക്കണമെങ്കിൽ വെള്ളിയാഴ്ച തന്നെ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാനാണ് ആ സ്ത്രീ ഒരു ഉപദേശം നൽകിയത്. അതിന് പ്രകാരം ശ്രുതി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. കയ്യിലൊന്നുമില്ല, നാളെ കാശ് കൊടുക്കേണ്ട ദിവസമാണ്, അമ്മ ഒരു വഴി കാണിച്ചു തരണമേ എന്ന് കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ വീണ്ടും അന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടന്നു. 6-ാം തീയതി ശനിയാഴ്ച പൈസ കൊടുക്കേണ്ട ദിവസമാണ്. 5 പൈസയില്ല കയ്യിൽ. പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഒരു 2-3 ഫോൺ കോൾ ചെയ്തു. അത്രയും നാൾ ഫോണിൽ കൂടെ സംസാരിച്ച് പലരും ഉണ്ടായിരുന്നു. പൈസ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അന്നത്തെ ദിവസം ആരോടൊക്കെയോ ഫോൺ വിളിച്ചോ അവരെല്ലാം ക്യാഷ് തരാനായിട്ട് റെഡിയാവുകയും അങ്ങനെ ഒരു 3 മണി ആയപ്പോൾ ഈ മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് 6-ാം തീയതി 3 മണിക്ക് മുമ്പ് അമ്മ ഇതെല്ലാം ശരിയാക്കി തരണമേ എന്നാണ് വെള്ളിയാഴ്ച അമ്മയുടെ സന്നിധിയിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ആർക്കൊക്കെയോ ഫോൺ വിളിച്ചത് അവരൊക്കെ 3 മണിക്ക് മുൻപ് തന്നെ പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അങ്ങനെ ആ പറഞ്ഞ പ്രകാരം തന്നെ 6-ാം തീയതി തന്നെ ആ ലോൺ അടയ്ക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നടത്താൻ സാധിച്ചു എന്നാണ് ഈ മകൾ
ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. നിലവിളിച്ചപേക്ഷിക്കുമ്പോൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ആ നിലവിളികളിലെ ഉറവിടം, ആ കേൾക്കുന്ന ഉറവിടത്തിലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മെ കരം പിടിച്ച് നമ്മെ നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും എന്തെന്നാൽ ശ്രേഷ്ഠമെന്നാണ്. ആ ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്നും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നമ്മളെ ഉയർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രുതിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.